നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിണ്ണിന്റെ നാഥൻ മണ്ണിൽ പിറന്നതിന്റെ ആഹ്ലാദത്തിൽ തിരുപ്പിറവി ആഘോഷിച്ച് ക്രൈസ്തവ സമൂഹം. മഞ്ഞുവീഴുന്ന ധനുമാസരാവിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ നടന്നത് ഭക്തിനിർഭരമായ തിരുകർമ്മങ്ങൾ. എളിമയുടെയും കരുണയുടെയും സ്നേഹസന്ദേശവുമായി മറ്റൊരു ക്രിസ്മസ് കൂടി ആഘോഷമാക്കി ലോകജനത. കനിവും കരുതലും മുന്നോട്ടുവെക്കുന്ന തിരുപ്പിറവിയുടെ ആശയം നെഞ്ചേറ്റിയാണ് വിശ്വാസികൾ ആഘോഷങ്ങളിലും ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിലും പങ്കെടുത്തത്. ഡിസംബറിലെ തണുപ്പും കരോളിന്റെ നാദവും പുൽക്കൂടിന്റെ ഭംഗിയും ഒരുമിച്ച് പ്രകാശപൂരിതമായ നക്ഷത്രശോഭയുടെ അകമ്പടിയോടെ മണ്ണിലെ മനുഷ്യന്റെ പാപങ്ങൾക്ക് മോചനമേകാൻ കാലിക്കൂട്ടത്തിന്റെ നടുവിൽ എളിമയുടെ സന്ദേശം പകർന്ന് പിറവിയെടുത്ത മനുജകുമാരന്റെ തിരുപ്പിറവി ആരാധനാലയങ്ങളിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. പാതിരാ കുർബാനയിലും മറ്റു തിരുകർമ്മങ്ങളിലും പ്രാർത്ഥനാപൂർവമാണ് വിശ്വാസികൾ പങ്കെടുത്തത്. ക്രിസ്മസിനെ വരവേറ്റ് കേക്ക് മുറിക്കലും കരോൾ ഗാനാലാപനവും നടന്നു. മേഖലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. സ്നേഹത്തിന്റെയും എളിമയുടെയും മഹത്തായ മാതൃകയായ തിരുപ്പിറവിയുടെ മുന്നോടിയായി 25 ദിവസം വിശ്വാസികൾ നോമ്പാചരണം നടത്തിയിരുന്നു. പാതിരാ കുർബാനയുടെ ഭാഗമായുള്ള തിരുകർമ്മങ്ങൾ പൂർത്തിയായതോടെ വ്രതാനുഷ്ഠാനത്തിന് വിരാമമിട്ട് ജനത ഒന്നാകെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചു. മണിമാളികകളിലല്ല കാലിത്തൊഴുത്തിലാണ് ദൈവം പിറവിയെടുക്കുന്നതെന്ന മഹത്തായ സന്ദേശം നൽകുന്ന ക്രിസ്മസ് ഒരുമയുടെയും വിനയത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷം കൂടിയാണ്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുവിന്റെ തിരുജനന ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടുകൂടിയാണ് തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമായത്. സുത്താറ പ്രാർത്ഥന, പാതിര പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ക്രിസ്തുമസിന്റെ ഏറ്റവും അനുഗ്രഹകരമായ തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി പള്ളിക്ക് മുന്നിലുള്ള പ്രത്യേകമൊരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. തീജ്വാലയ്ക്ക് തീ കത്തിച്ച് തീജ്വാലയിലേക്ക് സുഗന്ധദ്രവ്യമായ കുന്തിരിക്കം ആദ്യം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, തുടർന്ന് മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും കുന്തിരിക്ക സമർപ്പിച്ച് എല്ലാവരും തീജ്വാലയെ വലയം ചെയ്തു. വലിയ നോമ്പിൽ ഓശാനയ്ക്ക് ഉപയോഗിച്ച കുരുത്തോലകളാണ് തീജ്വാലകളിൽ ഉപയോഗിക്കുന്നത്. തുടർന്ന് പള്ളിക്ക് ചുറ്റും പൊന്ന് വെള്ളി കുരിശുകളേന്തിയും കത്തിച്ച മെഴുകുതിരികളുമായി നൂറുകണക്കിന് വിശ്വാസികളും വൈദികരും മദ്ബഹ ശുശ്രൂഷകരും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തുടർന്ന് മദ്ബഹയിലെ 4 ദിക്കുകളിലേക്കും പള്ളിമണികളടിച്ച് സ്ലീബ ആഘോഷവും നടത്തി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന, ധൂപപ്രാർത്ഥന, കൈമുത്ത് എന്നിവ നടന്നു. വികാരി എല്ലാവർക്കും വലിയ സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, നന്മകളുടെയും പൂർത്തീകരണമാകട്ടെയെന്നും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികൾ പരസ്പരം സമാധാനം നൽകി. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. എൽദോ ക്രിസ്മസ് ആഘോഷം കൂപ്പൺ വിജയികൾക്ക് വികാരി സമ്മാനങ്ങൾ നൽകി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. തൃത്താല മലമക്കാവ് താലപ്പൊലിക്കുന്നിലെ വീട്ടിൽ മോഷണശ്രമം. കുണ്ടിൽക്കുളങ്ങര മണികണ്ഠന്റെ വീട്ടിലാണ് രാത്രി 1:30-ഓടെ മോഷണശ്രമം നടന്നത്. മണിയുടെ ഭാര്യയും മക്കളും കിടന്നുറങ്ങുന്ന മുറിയുടെ ജനലിലൂടെ മോഷ്ടാവ് കൈകടത്തിയതോടെ കുട്ടിയുടെ ദേഹത്ത് കൈ തട്ടിയതിനെ തുടർന്ന് കുട്ടി ഉണർന്ന് കരയുകയായിരുന്നു. ഇതോടെ വീട്ടുകാരും ഉണർന്നു. തൃത്താല പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ പതിഞ്ഞ മോഷ്ടാവിനെ പിടികൂടുവാൻ അന്വേഷണം ആരംഭിച്ചു. പൊട്ടുവീണു കിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കപ്പൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. വയലിൽ മീൻ പിടിക്കാൻ പോയി മടങ്ങുന്നതിനിടെ പുൽച്ചെടികൾക്കിടയിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. കപ്പൂർ അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചാത്തംപൊന്നത്ത് പറമ്പിൽ ചന്ദ്രനാണ് മരിച്ചത്. 56 വയസ്സാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കാലത്ത് 10:30-ഓടെ സുഹൃത്തിന്റെ മകനുമൊപ്പം മീൻ പിടിക്കുന്നതിനായി വീടിന് സമീപത്ത് വയലിലേക്ക് പോയതായിരുന്നു ചന്ദ്രൻ. തിരിച്ചു വരുന്നതിനിടെ പുൽച്ചെടികൾക്കിടയിൽ പൊട്ടിക്കിടന്നിരുന്ന വൈദ്യുതി കമ്പിയിൽ അബദ്ധത്തിൽ കൈ തട്ടുകയായിരുന്നു. ഷോക്കേറ്റ് കമ്പിയിൽ കൈ കുരുങ്ങിക്കിടന്ന ചന്ദ്രനെ പ്രധാന ലൈനിന്റെ ഫ്യൂസ് ഊരിമാറ്റിയ ശേഷമാണ് വേർപെടുത്താനായത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചാലിശ്ശേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ബിന്ദു ഭാര്യയും സഞ്ജയ് കൃഷ്ണ മകനുമാണ്. എൻ്റെ മോനും ചന്ദ്രനെയും കൂടിയിട്ട് പോയിക്കോ, ഞാൻ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന്
ഈ സ്ഥലത്തെത്തി ഒരു ഉണങ്ങിയ വടി കൊണ്ട് ഇങ്ങനെ പുല്ലൊക്കെ തട്ടി നീക്കി വന്ന് കമ്പി പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ കമ്പിയുടെ മുകളിൽ പിടിച്ചു, അങ്ങനെ മരുന്നടിച്ച് വീണു. കമ്പി കയ്യിൻ്റെ മുകളിൽ ചുറ്റി. അങ്ങനെ എൻ്റെ മോൻ വിളിച്ചു. മോൻ എന്നെ വിളിച്ചിട്ട് അച്ഛാ ഓടി വരും പറഞ്ഞു. അങ്ങനെ 2 പേരുമ്പോൾ എനിക്ക് ഓടി വരാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു മുളവടി എടുത്തിട്ട് ഈ കമ്പിയുടെ മുകളിൽ തച്ചു. 2-3 പ്രാവശ്യം ഞാൻ തച്ചിട്ട് വേറിടുന്നില്ല. അപ്പോൾ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു, മാനുവിൻ്റെ വീട്ടിൽ പോയിട്ട് കുഞ്ഞും മാനും അവിടെ ഉണ്ടാവും, അവിടെ പീസ് വരാനോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് പീസ് ഊരി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ കമ്പി വലിച്ചെടുത്തത്. അപ്പോഴേക്കും പട്ടാമ്പി നഗരസഭയിലെ ചെയർമാൻ വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. UDFന് ഭരണം ലഭിച്ച നഗരസഭയിൽ കോൺഗ്രസിലെ TP ഷാജി ചെയർമാനും മുസ്ലിം ലീഗിലെ അസ്ന ഹനീഫ വൈസ് ചെയർപേഴ്സണുമായേക്കും. പട്ടാമ്പി നഗരസഭയിലെ ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നാളെയാണ്. രാവിലെ 10:30 ചെയർമാൻ തെരഞ്ഞെടുപ്പ്. ഉച്ചയ്ക്ക് 2:30 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ്. UDFന് ഭരണം ലഭിച്ച പട്ടാമ്പി നഗരസഭയിൽ മുന്നണി ധാരണ പ്രകാരം ആദ്യ 2.5 വർഷം കോൺഗ്രസിനാണ് ചെയർമാൻ സ്ഥാനം. പിന്നീട് 2.5 വർഷം മുസ്ലിം ലീഗും ചെയർമാൻ സ്ഥാനമാണ്. കോൺഗ്രസിൽ TP ഷാജിയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുക. മുസ്ലിം ലീഗിൽ അസ്ന ഹനീഫയും മത്സരിക്കും. 29 വാർഡുകളുള്ള പട്ടാമ്പി നഗരസഭയിൽ UDFന് 19ഉം LDFന് 9ഉം BJPക്ക് 1 സീറ്റുമാണ് ഉള്ളത്. LDFും ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കും. BJP തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനാണ് സാധ്യത. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി നിയോജക മണ്ഡലം കൺവെൻഷൻ കൊപ്പത്ത് വെച്ച് നടന്നു. പുതുതായി തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് കൺവെൻഷനിൽ സ്വീകരണവും നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി നിയോജകമണ്ഡലം കൺവെൻഷൻ കൊപ്പം നക്ഷത്ര റീജൻസിൽ വെച്ചാണ് നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപാരികളുടെയും ഈ വിഭാഗത്തിൻ്റെയും പങ്ക് നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തം അത് നമ്മൾ നിറവേറ്റുകയാണ്. ഞാനിനി ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. നേരിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വി ലൈഫ് എന്ന പദ്ധതിയിലേക്ക് വരികയാണ്. വി ലൈഫ് എന്ന പദ്ധതി നിലവിൽ നാം നടത്തിപ്പോകുന്ന വി സപ്പോർട്ട് എന്ന പദ്ധതിയുടെ 2ാമത്തെ എഡിഷനാണ്, എക്സ്റ്റൻഷനാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ അതിൻ്റെ ഘടനയെപ്പറ്റി നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. വി സപ്പോർട്ട് എന്ന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പട്ടാമ്പി മേഖലയാണ് എന്നത് നമുക്കൊക്കെ അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ അഭിമാനം നിലനിർത്തുന്ന തരത്തിൽ പുതിയ പദ്ധതിയിലും വിജയിപ്പിക്കാൻ ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും അംഗത്വം കൊണ്ടും അതിന് വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. വി ലൈഫ് എന്ന പദ്ധതി ഒറ്റവാക്കിൽ പറഞ്ഞാൽ നാം ലക്ഷ്യം വയ്ക്കുന്നത് വി സപ്പോർട്ട് എന്ന പദ്ധതിയിൽ പല കാരണങ്ങൾ കൊണ്ട് അംഗമായി ചേരാൻ കഴിയാത്ത ഭൂരിപക്ഷം ആളുകളുണ്ട്. മഹാഭൂരിപക്ഷം ആളുകൾ പദ്ധതിക്ക് പുറത്താണ്. ആ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പദ്ധതിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയും നാം വിഭാവനം ചെയ്യുന്ന കുടുംബ സുരക്ഷ, ആ സുരക്ഷാ പദ്ധതി അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും പ്രാപ്യമാകുന്ന തരത്തിൽ, അവർക്ക് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെ അവതരിപ്പിക്കുക എന്നതാണ് 1ാമത്തെ ലക്ഷ്യം. കൺവെൻഷനിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. മണ്ഡലം പ്രസിഡന്റ് KP റസാഖ് അധ്യക്ഷനായിരുന്നു. സിദ്ദിഖ് പത്രാസ്, KA ഹമീദ്, സക്കീർ കുട്ടനാട്, മുസ്തഫ മുളയങ്കാവ്, മുസ്തഫ വല്ലപ്പുഴ, പ്രജിത് പട്ടാമ്പി, KT ഷാജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. TP കേശവൻ, നീലടി സുധാകരൻ, ഖാദർ, നാസർ, അസ്ന എന്നിവർക്ക് ആദരവും നൽകി. കേന്ദ്ര സർക്കാർ വിഹിതമായ 85 ലക്ഷം രൂപ ഫണ്ട് ഉൾപ്പെടുത്തി ചാലിശ്ശേരിയിൽ ജനുവരി ആദ്യവാരം നടത്തുന്ന സരസ് മേള CPMന്റെ പാർട്ടി സമ്മേളനമാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് BJP കപ്പൂർ സംഘടന മണ്ഡലം കമ്മിറ്റി നേതാക്കൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സരസ് മേളയുടെ പരസ്യബോർഡുകളിൽ പോലും പ്രധാനമന്ത്രിയുടെയോ കേന്ദ്രമന്ത്രിമാരുടെയോ ചിത്രം ഉൾപ്പെടുത്താതിരിക്കുന്നതും കേന്ദ്രമന്ത്രിമാരെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതിരിക്കുന്നതും പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെ BJP പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണെന്നും അവർ പറഞ്ഞു. രാജ്യത്തെവിടെയും സരസ് മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ദീനദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന് കീഴിലാണ്. കേരളത്തിൽ ഇത് കുടുംബശ്രീ മുഖേനയാണ് നടപ്പാക്കുന്നത്. ഗ്രാമീണ സംരംഭങ്ങളുടെ ഉൽപ്പന്ന പ്രദർശനത്തിനും വിപണനത്തിനുമാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ നടത്തിപ്പിന് 85 ലക്ഷം രൂപ കേന്ദ്ര വിഹിതവും 50 ലക്ഷം രൂപ സംസ്ഥാന വിഹിതവുമാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് BJPക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ കൃത്യമായി പറയുന്നുണ്ട്.
കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, ജനറൽ സെക്രട്ടറിമാരായ K. നാരായണൻകുട്ടി, E. രതീഷ് തണ്ണീർക്കോട് എന്നിവർ പറഞ്ഞു. ഞങ്ങൾ ഇതിന്റെ വിവരാവകാശം എടുത്തപ്പോൾ 85 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റ് ഈ സരസ് മേളയ്ക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. 85 ലക്ഷം രൂപ. 85 ലക്ഷം രൂപ സെൻട്രൽ ഗവൺമെന്റിനെയും 50 ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ സരസ് മേളയ്ക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, ഭാരതീയ ജനതാ പാർട്ടി കൊടുത്തിട്ടുള്ള വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടി. 85 ലക്ഷം രൂപ അനുവദിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഈ സരസ് മേളയ്ക്ക് വേണ്ടി അനുവദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഇതിന്റെ പരസ്യ ബോർഡുകളിൽ ഉപയോഗിക്കാത്തത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടുത്തെ ഇതിന്റെ സംഘാടകരോട് ചോദിക്കാനുള്ളത്. വരാഹമിഹിരന്റെ കഥ കഥകളി രൂപത്തിൽ അരങ്ങിലെത്തുന്നു. ജനുവരി 1 പട്ടാമ്പി അണ്ടലാടിമന വേട്ടേക്കരൻ പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായാണ് കഥകളി അരങ്ങേറുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി അണ്ടലാടിമനയിലെ വേട്ടേക്കരൻ ക്ഷേത്രത്തിലാണ് വേട്ടേക്കരൻ പാട്ട് മഹോത്സവം നടക്കുന്നത്. ജനുവരി 1 വേട്ടേക്കരൻ പാട്ടുത്സവം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യമായി ഒരു വരാഹമിഹിരൻ കഥകളി തയ്യാർ ചെയ്ത് അവതരിപ്പിച്ചു. അതിനുശേഷം 2ാമത്തെ വർഷം അത് ഗുരുവായൂർ അവതരിപ്പിച്ചു. 3ാമത്തെ വർഷം പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ചു. 3ാമത്തെ അരങ്ങ് കഴിഞ്ഞു. ഇത് 4ാമത്തെ അരങ്ങാണ്. ഈ 4ാമത്തെ അരങ്ങ് നടത്തുന്നത് പട്ടാമ്പി അണ്ടലാടിമനയിൽ വെച്ചാണ്. അന്ന് ജനുവരി 1 ഒരു വേട്ടേക്കരൻ പാട്ട് മഹോത്സവം അവിടെ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ കഥകളി അരങ്ങേറുന്നത്. കഥകളിയുടെ സമയം വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയാണ്. വരാഹമിഹിരൻ കഥകളി എന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. വരാഹമിഹിരൻ എന്ന ഗ്രന്ഥകർത്താവാണ് ജ്യോതിഷികൾ ഉപയോഗിക്കുന്ന ഹോരാശാസ്ത്രം, ബൃഹദ്യാത്ര മുതലായ അനവധി ഗ്രന്ഥങ്ങൾ ജ്യോതിഷ സംബന്ധമായി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം. ആ കഥയും അതിൻ്റെ കഥകളി സംബന്ധിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രീ കലാമണ്ഡലം കേശവ നമ്പൂതിരി ഇവിടെ ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി അനുഭവിക്കുക. രാവിലെ 10:30 ചെറുപ്പശ്ശേരി ജയവിജയമാർ അവതരിപ്പിക്കുന്ന തായമ്പകയും ഉണ്ടായിരിക്കും. വൈകിട്ട് 3 മണി മുതൽ 5:30 വരെ കഥകളിയും നടക്കും. കഥകളി കലാകാരന്മാരെ അണ്ടലാടി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആദരിക്കും. വരാഹ മിഹിരൻ എന്നതാണ് കഥ. ജനുവരി 1 വേട്ടേക്കരൻ പാട്ട് അതിനോടനുബന്ധിച്ച് ഒരു കഥകളി വരാഹമിഹിരൻ ജ്യോതിഷത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. എല്ലാ കൊല്ലം നടത്താറുണ്ട് വേട്ടേക്കരൻ പാട്ട്. ഇപ്രാവശ്യം 6ാമത്തെ കഥകളി 4ാമത്തെ സ്റ്റേജാണ്. ഒരു പുതിയ കഥയാണ് വരാഹമിഹിരൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇപ്രാവശ്യം എല്ലാവർക്കും പ്രചാരത്തിൽ വരാൻ വേണ്ടി. വാർത്താ സമ്മേളനത്തിൽ അണ്ടലാടിമന നാരായണ നമ്പൂതിരി, വരാഹമിഹിരൻ കഥകളി സംവിധാനം നിർവഹിച്ച കലാമണ്ഡലം കേശവ നമ്പൂതിരി, കഥാസമാഹാരം നിർവഹിച്ച മണ്ണാർക്കാട് നല്ലൂർ പുള്ളിമന വാമൻ നമ്പൂതിരി, ജ്യോതിഷ പണ്ഡിതൻ ചത്തലൂർ വിജയകുമാർ ഗുപ്തൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഡിസംബർ 27-28 തീയതികളിൽ പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 4ാമത് നാഷണൽ ലെവൽ വുഷു കുംഫു ഫെസ്റ്റിവൽ ചാമ്പ്യൻഷിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വുഷു കുംഫു ഓർഗനൈസേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ പട്ടാമ്പി YSK അക്കാദമിയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. 28 വർഷമായി പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന YSK അക്കാദമി ഇതിനു മുമ്പും വുഷു കുംഫു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി 30-ലേറെ അക്കാദമികളിൽ നിന്ന് 400-ൽ പരം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ നിർവഹിക്കും. പ്രശസ്ത കവി പീരാമൻ മുഖ്യാതിഥിയാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫ്ലാഗ് ഹോസ്റ്റിംഗ്, മാർച്ച് പാസ്റ്റ്, പൊതുസമ്മേളനം എന്നിവ നടക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം പട്ടാമ്പി മുനിസിപ്പൽ നിയുക്ത ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം നിർവഹിക്കും. തൃത്താല തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരും പട്ടാമ്പി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണും മുഖ്യാതിഥിയാകും. പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ വിശിഷ്ടാതിഥിയാകും. ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിക്കുന്നതിനു വേണ്ടി വുഷു കുംഫു ഓർഗനൈസേഷൻ കേരളയുടെ പ്രസിഡന്റ് സുധീറിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി പ്രവർത്തിക്കുന്നുണ്ടെന്നും ചാമ്പ്യൻഷിപ്പ് ഡയറക്ടർ ഷിഫു ഷബീർ ബാബു, കൺവീനർ ഹുസൈൻ തട്ടത്താഴത്ത്, O അബിബോസ്, O അബിനാറാണി, TT ഷിഫ നസ്റിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എന്ന് പറഞ്ഞാൽ ഏകദേശം 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നു എന്നതിനപ്പുറം
സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ ആന്ധ്രാപ്രദേശ് ആയാലും തമിഴ്നാടായാലും കർണാടക ആയാലും ഗോവയിൽ നിന്നായാലും എല്ലാം മഹാരാഷ്ട്രയിൽ നിന്നടക്കം ഇതിലേക്ക് പ്രതിഭകൾ വന്നെത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഉഷു കുംഫുവിൻ്റെ കുറച്ച് ദിവസത്തെ കേന്ദ്രമായി നമ്മുടെ പട്ടാമ്പി മാറാൻ പോവുകയാണ്. ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരുതൂർ JLP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. പരുതൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം ശ്രദ്ധേയമായി. സ്കൂൾ പരിസരത്തുള്ള 3 വാർഡുകളിലെയും ജനപ്രതിനിധികൾ കുട്ടികൾക്ക് നൽകാൻ കേക്കുമായാണ് ചടങ്ങിനെത്തിയത്. ചടങ്ങ് വാർഡ് മെമ്പർ T ഷൈജു ഉദ്ഘാടനം ചെയ്തു. SMC വൈസ് ചെയർമാൻ EP കുഞ്ഞൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ P രമണി, N ശിവപ്രസാദ്, പ്രധാനാധ്യാപിക C സിന്ധുമോൾ, MPTA പ്രസിഡന്റ് രേവതി മധു, സ്റ്റാഫ് സെക്രട്ടറി P ജലജ എന്നിവർ സംസാരിച്ചു. വിവിധ ക്ലാസുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. ഇതോടെ നിളയോര വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.